ഹലോ കൂട്ടുകാരെ, എമ്പുരാൻ സിനിമ കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ട കേട്ടോ. ഇതുപോലെ ഒരു കൂറ സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ വാല കെട്ടാമില്ല ഈ സിനിമ. പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഹോളിവുഡ് നടന്മാരെ കൊണ്ട് നിരത്തി നിർത്തി നാടൻ കളിച്ച് കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ സിനിമയൊക്കെ ആവുമെന്ന് ഇവർക്കൊക്കെ ആരാ പറഞ്ഞു കൊടുത്തത്? ഇത് എന്നാ കൂറ സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? തമാശ പറഞ്ഞല്ല, ഇത്രയ്ക്ക് വൃത്തികെട്ട ഒരു സിനിമ. വൃത്തികെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വെറും അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അലമ്പ് സിനിമ. കഷ്ടം കേട്ടോ. കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ. ഈ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടുപോയി തിയേറ്ററിൽ പോയി ഇടിച്ച് തള്ളി പോയി സിനിമ കണ്ടിട്ട് അവസാനം ഈ ക്യാഷ് ഇമാർ ഇത് തിരിച്ചു തരുമോ? ഈ പടം പൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം പൊട്ടയായതുകൊണ്ടാണ് ഈ ഇതിനിടയ്ക്ക് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം കയറ്റി പടം ഹിറ്റാക്കാനുള്ള ഒരു ഡ്രാമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടും എന്താ പറയുന്നത്, ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അതിനകത്ത്. രാഷ്ട്രീയമൊക്കെ മാറ്റി വെക്കാം, പക്ഷേ പടത്തിനെ പറ്റി മൊത്തത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അതിനകത്തുള്ളത്? ഉറക്കം തൂങ്ങി ഇൻ്റർവെൽ വരെ ചുമ്മാ ഉറക്കം തൂങ്ങി. ലാസ്റ്റ് ഇൻ്റർവെല്ലിന് ഒരു ഇൻ്റർവെൽ പഞ്ചും ഇല്ല. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ഇടിവെട്ടി അല്ല ഒരു മിന്നലടിച്ചിട്ട് എന്താ പറയുന്നത്, ഒരു ഇൻ്റർവെൽ എഴുതിക്കാണെങ്കിൽ ഒരു മിന്നലടിച്ചിട്ട് എൻ്റെ പോന്നളിയ സത്യം പറഞ്ഞത് ശോകം എന്ന് തന്നെ പറയാനുള്ളൂ. ശോകം കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർ ഗ്രാഫിക്സിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ എന്നാ കൊണ്ട് ഉണ്ടാക്കുക? തമാശ പറഞ്ഞല്ല. വെറുപ്പീരിൻ്റെ അങ്ങേ അറ്റം വെറുപ്പീര്. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഒറ്റ കെയർ ഓഫിലാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. പക്ഷേ ലൂസിഫറായിട്ട് ലാലേട്ടൻ പൊളിച്ചടുക്കിയ സിനിമയാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ട ലൂസിഫർ. പക്ഷേ ഇത്തവണ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നാടകവും ഡ്രാമയൊക്കെ നാടകം ഇതിനേക്കാളും ഭേദമാണ് ഞാൻ നോക്കിയിട്ട്. ഇത് ചുമ്മാ ഈ എമ്പുരാൻ ഇത്ര ഹൈപ്പിൽ വന്നൊരു സിനിമ വളരെ പ്രതീക്ഷയോടുകൂടി കാണാൻ പോയിട്ട് ഇത്രയ്ക്ക് നിരാശപ്പെടുത്തി കളഞ്ഞു. നിരാശ എന്ന് പറഞ്ഞാൽ പോരാ, അന്യായ വധം. ഇനിയിപ്പോൾ ആരെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഫാൻസുകാർ കൂടി എന്നെ പൊങ്കാലിടാൻ വന്നാലും തല്ലാൻ വന്നാലും ഒന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് പറയുകയാണ്, ഇതുപോലൊരു ഇങ്ങനത്തെ കൂറ സിനിമകൾ ദൈവം തമ്പുരാനെ പൃഥ്വി ചേട്ടാ എടുക്കരുത്. മനസ്സിലായോ? കുറേ ഇംഗ്ലീഷ് ഹോളിവുഡ് നടന്മാരെ കൊണ്ട് നിരത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മലയാളികൾ എന്താ പറയുക കണ്ണും തള്ളി നോക്കിയിരിക്കുന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ തെറ്റിദ്ധാരണ, വെറും തെറ്റിദ്ധാരണ കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും നോക്കിയിരിക്കുകയില്ല, അങ്ങനെയൊന്നും ആരും കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെന്ത് പറയാം, നമ്മൾ നേരത്തെ കണ്ട സിനിമ ഈ മഞ്ഞുമൽ ബോയ്സ് അങ്ങനെയൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നാലും ആ സിനിമ നമ്മുടെ കൂടെയുണ്ട്. മനസ്സിലായോ? എന്താ ഒരു സിനിമ, അങ്ങനത്തെ ഒരു ഫീലിംഗാണ്. ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ഒരു സിനിമ എന്താ പറയുന്നത്, മാർക്കോ, അത് ഓവർ വയലൻസ് ആക്കിയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒക്കെയാണ്. പക്ഷേ പടം സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ലാലേട്ടൻ്റെ ലൂസിഫർ അടിപൊളിയായിരുന്നു. പടം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് വീട്ടിൽ വന്നാലും ആ ലൂസിഫർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ ആരാ കൂടെ ഉള്ളത്? ഒരുത്തനും ഇല്ല. ആ സിനിമയെ കൊണ്ടു നിർത്തിയ ഹോളിവുഡ് നടന്മാരും എന്നെ കാണിക്കി വെച്ചേക്കാം. എനിക്ക് മനസ്സിലാകാൻ വേണ്ടി വയ്ക്കുമോ ഇങ്ങനത്തെ അലമ്പ് പരിപാടിയായിട്ട് മേലെ പോകുന്നൊക്കെ കേട്ടോ. കാര്യം ഞാൻ പറയാം.